ആദ്യമായിട്ടേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വരുന്ന കുറേ സംശയങ്ങളാണ്. എവിടെ നിന്ന് പഠിച്ചു തുടങ്ങും? ഇംഗ്ലീഷിൻ്റെ ബുക്കുകൾ വായിക്കണോ, അല്ലെങ്കിൽ വൊക്കാബുലറി പഠിക്കണോ, ഗ്രാമർ പഠിക്കണോ, അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നുണ്ട് ഇംഗ്ലീഷ് സിനിമകൾ കാണുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓഡിയോ പോഡ്കാസ്റ്റുകൾ കേൾക്ക്, സെൻറ്റൻസ് സ്ട്രക്ചർ പഠിക്കുക, ഗ്രാമർ പഠിക്കുക. കുറേ സംഭവങ്ങൾ യൂട്യൂബിൽ വന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈമാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇത് എവിടെ നിന്ന് തുടങ്ങും, അല്ലേ? എങ്ങനെ പഠിച്ചു തുടങ്ങും, എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അത്തരത്തിലൊരു ഐഡിയ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ വെൽക്കം ടു ദ ഷോ. ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുള്ളൊരു പരിപാടി പറയാം. നമ്മുടെ ബ്രെയിനിന് ഈ ഒരു ഭാഷേനെ വലിയ ഐഡിയ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ചൈനീസോ അറബിക്കോ ഇംഗ്ലീഷോ ഇതൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടി, നേരത്തെ പറഞ്ഞ കൂട്ടത്തിലെ ഏറ്റവും എളുപ്പമുള്ള പരിപാടി നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണലായതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ശ്രമിക്കുക ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കും. പക്ഷെ എന്താ സംഭവം, മിക്ക സിനിമകളിൽ പറയുന്ന ഡയലോഗുകളും കേട്ടാലും നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചെവി വർക്കിംഗ് ആയതുകൊണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചടാ ഇതിപ്പോൾ സബ് ടൈറ്റിൽ ഓണാക്കണ്ടേ, സബ് ടൈറ്റിൽ ഓണാക്കിയിട്ട് നമ്മൾ പഠിച്ചാൽ അങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നല്ലാതെ കേട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പരിപാടി നിൽക്കും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? ഒരൊറ്റ പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇംഗ്ലീഷിലെ കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% ടൈമിൽ നമ്മൾ ലിസണിങ് ആണ്, കേൾക്കുകയാണ് വേണ്ടത്. മറ്റൊരാൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കേട്ട് അതിന് പ്രോപ്പറായിട്ടുള്ളൊരു മറുപടിയാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ ചില അവതാരികമാരൊക്കെ ചോദിക്കുന്നത് പോലെ കഴിഞ്ഞ ചോദ്യത്തിന് മൂപ്പരൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരത്തിനോടൊരു ബന്ധമില്ലാത്ത ചോദ്യമായിരിക്കും രണ്ടാമത് ചോദിക്കുന്നുണ്ടാവുക. കാരണം എന്താണ്, അദ്ദേഹം ഉത്തരം പറയുന്ന സമയത്തൊന്നും ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തി ഉത്തരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ചോദ്യം എങ്ങനെ ചോദിക്കാം എന്നുള്ള ആലോചനയിൽ അല്ലെങ്കിൽ തിരക്കിലായിരുന്നു അവർ. അപ്പോൾ അതേപോലെ നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്ത മുഴുവൻ അടുത്തൊരു ചോദ്യം അല്ലെങ്കിൽ അടുത്തൊരു മറുപടി ഇയാളോട് എങ്ങനെ പറയാം എന്നാണ്. അല്ലാതെ നമ്മൾ ഇയാൾ എന്താ പറയണതെന്ന് പലപ്പോഴും ശ്രദ്ധിക്കണില്ല. അപ്പോൾ അതൊരു പെർഫെക്റ്റ് കോൺവെർസേഷനായി മാറുന്നില്ല. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവണം. നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഇതിന് എഴുതി വെച്ചോ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ എത്ര സംസാരിക്കാൻ പഠിച്ചാലും നിങ്ങളുടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ കേൾക്കാൻ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ആക്കണം. അപ്പോൾ നിങ്ങൾ പറയും കേട്ടാൽ എല്ലാവർക്കും ചെവി കേട്ടൂടെ? ചെവി കേൾക്കും. നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ചേച്ചിമാരോടൊക്കെ പോയി ചോദിച്ചോട്ടെ, ചേച്ചി നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ പറയണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി പറയും എൻ്റെ മോനെ എൻ്റെ ഭർത്താവിനോട് പറയുന്നേക്കാളും ഭേദമാണ് ഈ കല്ലിനോടോ ചുമരിനോടോ പറയുന്നത്. കാരണം മൂപ്പര് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും മൂപ്പര് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ മൂപ്പർക്ക് അതിൻ്റെ ഒന്നും കോൺസെൻട്രേഷൻ ഇല്ല, മൂപ്പര് വേറെ എവിടെയാണെന്ന് പറയില്ലേ. അല്ലെങ്കിൽ ചില മാഷുമാർ ക്ലാസ് എടുക്കുമ്പോൾ പിള്ളേരെല്ലാവരും കേട്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ ആ കുട്ടികളാരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. എല്ലാവരും വേറെ ഏതോ ലോകത്തിരിക്കുന്നുണ്ടാവും. കാരണം അവരുടെ ഒന്നും ലിസണിങ് സ്കില്ല് അല്ലെങ്കിൽ അവരൊന്നും ലിസൺ ചെയ്യുന്നില്ല. മനസ്സിലായില്ലോ? അപ്പോൾ കേൾക്കുക എന്ന് പറഞ്ഞതും ലിസൺ ചെയ്യുക എന്ന് പറഞ്ഞതും രണ്ടാണെന്ന് മനസ്സിലായ അത് ആ ഒരു ക്ലാരിറ്റി നമുക്ക് ആദ്യം വരണം കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് കേൾക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ് മാറ്റിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലിസൺ ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്ക് വരണം. അപ്പം നമുക്ക് ആദ്യമേ ലിസണിങ് സ്കില്ല് വെറുതെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാം. ഇപ്പം ഞാനൊരു മെത്തേഡ് പറയാം. ആ മെത്തേഡ് കേൾക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ മെത്തേഡും ഇംഗ്ലീഷും തമ്മിൽ എന്താ ബന്ധം ചേട്ടാ? അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ട് നീന്തൽ പഠിക്കാൻ പോയ സമയത്തെ അക്വാട്ടിക് കോംപ്ലക്സിലെ മാഷ് എല്ലാ കുട്ടികളെയും നിർത്തിയിട്ട് പറഞ്ഞു, എല്ലാവരും കുറച്ച് നേരം ഇങ്ങനെ ബെൻഡായി നിന്നിട്ട് രണ്ട് കൈയും ഒരു 360 ഡിഗ്രിയിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു കേട്ടോ. അതും വെള്ളത്തിന് പുറത്ത് നിന്നിട്ട് കരയിൽ നിന്നിട്ടാണ് കറക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരാൾ ചോദിച്ചു, മാഷേ നമ്മൾ വെള്ളത്തിലല്ലേ നീന്തൽ പഠിക്കേണ്ടത്, നമ്മൾ ഈ പുറത്ത് കരയിൽ നിന്ന് കൈയിട്ട് കറക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് വെള്ളത്തിലിറങ്ങിയിട്ടില്ല ഇത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മാഷ് പറഞ്ഞു, പുറത്ത് നിന്ന് കറക്കി പഠിച്ചാലാണ് വെള്ളത്തിലിറങ്ങുമ്പോൾ മുങ്ങിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് പ്രാക്ടീസ് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഇംഗ്ലീഷ് കേട്ട് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ ബ്രെയിനിലെ ലിസണിങ് സ്കില്ല് സെറ്റാക്കണം. അതിനെന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളിപ്പോൾ ഒരു റൂമിലോ വണ്ടിയിലോ എവിടെയെങ്കിലും ഇരുന്നിട്ടോ ഇത് കേൾക്കുന്നുണ്ടാവും ഈ വീഡിയോ അല്ലേ? എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വരട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് പോസ്റ്റ് ആക്കാം. പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സൗണ്ടുകളൊന്ന് കേട്ട് നോക്കിയേ. നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കണ്ടാവും, എൻ്റെ ചുറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സൗണ്ട് നടക്കുന്നില്ലല്ലോ ചേട്ടാന്ന് ചിന്തിക്കുന്നുണ്ടാവും.
പക്ഷേ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഒരുപാട് സൗണ്ടുകൾ കേട്ടിട്ടുണ്ടാവും. ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അമ്മയോ അച്ഛനോ സംസാരിക്കുന്നത് കേൾക്കാം, നിങ്ങളുടെ അനിയൻ സൈക്കിൾ ഓടിക്കുന്ന സൗണ്ട് കേൾക്കാം, വീടിൻ്റെ പുറത്തോടെ ഓട്ടോറിക്ഷ പോകുന്ന സൗണ്ട് കേൾക്കാം, കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് പോകുന്ന സൗണ്ട് കേൾക്കാം, അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന സൗണ്ട് കേൾക്കാം, അടുക്കളയിലെ കുക്കർ വിസിലടിക്കുന്ന സൗണ്ട് കേൾക്കാം, അമ്മ കൂട്ടാനും മിക്സിയിൽ അരയ്ക്കുന്ന സൗണ്ട് കേൾക്കാം, അപ്പുറത്തിരുന്നിട്ട് ഫോണ് ബെല്ലടിക്കുന്ന സൗണ്ടും കേൾക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എത്ര സൗണ്ട് കേട്ടു? ഒരു 5-10 സൗണ്ട് കേട്ടു. പക്ഷേ നിങ്ങളിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. ശരിയല്ലേ? നിങ്ങളൊന്ന് കണ്ണടച്ച് നോക്കിയേ. കണ്ണടച്ച് 2 മിനിറ്റ് വീഡിയോ പോസ്റ്റ് ആക്കിയിട്ട് കേട്ട് നോക്കിയിട്ട് ഏതൊക്കെ സൗണ്ട് കേട്ടു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആളുകൾക്ക് ഒരു ഐഡിയ ഇടും ഇത്രയധികം സൗണ്ടൊക്കെ കേട്ടു എന്നുള്ളത്. ഒന്ന് നോക്കിയിട്ട് പറയട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞതും ലിസണിങ് സ്കില്ല് എന്ന് പറഞ്ഞതും രണ്ടാണ്. ലിസണിങ് സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ആക്കാൻ, എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഈ പാട്ടുകാരൊക്കെ സാധകം ചെയ്യുന്നത് പോലെ നമ്മുടെ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ആക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തത്, ഈ ഒരു സ്റ്റേജ് നിങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആണ്. ചേട്ടാ നമ്മൾ ഈ ലെവലൊന്നല്ല, നമ്മൾ ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടി മുകളിലാണ്. അപ്പോൾ നമ്മുടെ ഈ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ആക്കാൻ, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ് ആക്കാൻ എന്ത് ചെയ്യാം? ഇപ്പോൾ ജനറലി ഉള്ളതാണ് പറഞ്ഞത് അല്ലേ. ഇംഗ്ലീഷിൻ്റെ ഇമ്പ്രൂവ് ആക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ ട്യൂൺ ചെയ്തിട്ട് ഇംഗ്ലീഷിൻ്റെ ലിസണിങ് സ്കില്ലിൻ്റെ മോഡിലേക്ക് കൊണ്ടുവരണം. അതിന് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് ഉണ്ട്. 2 ആൾക്കാർ അല്ലെങ്കിൽ 1-ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഈ പരിപാടിക്ക്. അല്ല നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 1-ൽ കൂടുതൽ ആൾക്കാരുള്ള ഒരു വേർഷൻ ഞാൻ ആദ്യം പറയാം. നിങ്ങളൊരു സ്റ്റോറി ബുക്ക് എടുക്കുക. ഏതെങ്കിലും ഒരു സ്റ്റോറി ബുക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങളൊരു സ്റ്റോറി ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ആ ബുക്കിലെ ഏതെങ്കിലും ഒരു പേജ് മറ്റൊരാളോട് വായിക്കാൻ പറയണം. ആ ബുക്ക് വായിക്കുന്ന വ്യക്തിക്ക് ഈ കഥയിൽ വലിയ റോളൊന്നും ഇല്ല കേട്ടോ. ആ വ്യക്തി ആ പേജ് കൊടുത്തിട്ട് വായിക്കാൻ പോകുന്നതിന് മുൻപ് ആ വ്യക്തിനോട് പറയാണ്, ഈ പേജിൽ വെറുതെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ആ വായിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വാക്ക്, ആ ഇംഗ്ലീഷ് സ്റ്റോറിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വാക്ക് എന്ത് ചെയ്യണം? ഒന്ന് പറയാം. ഉദാഹരണത്തിന് ഫ്രം, അല്ലെങ്കിൽ അമേസിങ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്, ടോക്കിംഗ്, എന്തെങ്കിലും വാക്കായിക്കോട്ടെ. ആ സ്റ്റോറിയിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് അദ്ദേഹം പറയണം. പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ പേജ് വായിക്കും, ആ സ്റ്റോറി വായിക്കും. ആ സ്റ്റോറിയിൽ അദ്ദേഹം പറയുന്ന വാക്ക് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ട് പറയണം. നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ 2 ആളും കൂടിയിട്ട് എണ്ണി നോക്കിക്കോ. 90% ടൈമിലും നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞ വാക്കുകളുടെ എണ്ണവും നമ്മൾ പറഞ്ഞ എണ്ണവും തമ്മിൽ മാച്ച് ആവാൻ സാധ്യതയില്ല. അഥവാ മാച്ച് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിൽ അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ടെന്ന് അർത്ഥം. ഇവിടെ സംഭവിക്കുന്നതാണ്, നമ്മുടെ ബ്രെയിന് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു സ്റ്റോറി കേൾക്കും. ആ സ്റ്റോറി കേൾക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഇന്ന വാക്കുകൾ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് എത്ര തവണ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ പറയണം. അപ്പോൾ ബ്രെയിൻ ആ സ്റ്റോറി ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങളെ പെട്ടെന്ന് ആ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ കേട്ട വ്യക്തിക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. അതൊരു സ്റ്റോറി, ഒരു ഏകദേശം ഐഡിയ കിട്ടുള്ളൂ. പക്ഷേ അതിലെത്ര തവണ അവർ പറഞ്ഞ വാക്കുകൾ റിപ്പീറ്റ് ചെയ്തു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു മറുപടി അവർ പറയും കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ആക്കാനുള്ള 2 മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതൊരു ഗെയിം പോലെ വീട്ടിൽ കളിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്ന ആളുകളാണെങ്കിലും നിങ്ങളിതൊരു ചലഞ്ച് പോലെ കളിച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒരു റഡാർ പോലെയാവും. ഈ വീഡിയോ കണ്ടിട്ടേ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുതിട്ടാ. എൻ്റെ പേര് ഷിജു തോമസ്. നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതിട്ടാ. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കുന്ന രീതിയിൽ മറ്റൊരാൾക്കാരോട് സംസാരിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാനും അതിന് മനസ്സിലായിട്ട് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മളതിനെ എത്തിക്കുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കോൺസെപ്റ്റാണത്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലുവൻ്റായിട്ട് പച്ചവെള്ളം പോലെ സംസാരിക്കണം എന്നുള്ളത്. ഞാനൊക്കെ ഇവിടെ ഏകദേശം ദുബായിൽ കഴിഞ്ഞൊരു 10-12 വർഷത്തിന് മേലെയായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നൊരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായത്, ഇംഗ്ലീഷ് നിങ്ങൾ എങ്ങനെയെങ്കിലും സംസാരിച്ചാൽ മതി. ഇവിടെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നതാണ് പ്രശ്നം. നമ്മൾ തട്ടിമുട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഓക്കെയാണ്. ക്ലിയർ ആയില്ലേ? ഞാൻ അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു ഫാർമസിയിൽ മാനേജറായിട്ടായിരുന്നു ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നു, ഒരു യൂറോപ്യൻ കസ്റ്റമർ. നമുക്ക് അധികം യൂറോപ്യൻ കസ്റ്റമർ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഫാർമസിസ്റ്റുമാരാണ് നമ്മുടെ കടയിലുള്ളത്, സ്റ്റോറിൽ ഫാർമസിയിലുള്ളത്.
അപ്പോൾ സീനിയർ ഫാർമസിസ്റ്റും ഉണ്ട്, ഒരു ജൂനിയറും ഉണ്ട്. സീനിയർ പയ്യൻ ഇന്ത്യക്കാരനാണ്, പക്ഷെ അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് പറയും, ഫ്ലുവൻ്റ് ആയിട്ട് പറയും, നോർത്തുന്നുള്ളതാണ്. പച്ചവെള്ളം പോലെ പറയും, ഗ്രാമർ ഒന്നും ഒരു മിസ്റ്റേക്ക് ഇല്ല, അങ്ങനെ പൈപ്പ് തുറന്നു വിട്ട പോലെ ഇംഗ്ലീഷ് പറയുന്ന പറയില്ലേ. രണ്ടാമത്തെ പയ്യൻ സുഡാൻ എന്നുള്ളൊരു പയ്യനാണ്, സുഡാനി ഫ്രം നൈജീരിയ. അപ്പോൾ ഇവൻ പുതിയതാണ്, ഭയങ്കര ഫ്രഷാണ്, UAE പുതിയതാണ്, അവൻ ഇംഗ്ലീഷ് കാര്യമായിട്ട് അറിയില്ല, അവൻ തപ്പിത്തടഞ്ഞൊക്കെ സംസാരിക്കുള്ള പുതിയ പയ്യനാണ്. അപ്പോൾ കസ്റ്റമർ വന്നിട്ട് കസ്റ്റമർക്ക് ഒരു omega-3 ഗുളിക വേണം, അവർക്ക് അത്രേ അറിയുള്ളൂ. അപ്പോൾ അവർ സീനിയർ പയ്യനോട് സംസാരിക്കുന്നു. ഇവരൊരു ഏകദേശം 1/4 മണിക്കൂർ ഈ കസ്റ്റമറോട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാ. എനിക്ക് തോന്നുന്നു ChatGPTക്ക് പോലും ചിലപ്പോൾ omega-3നെ പറ്റിയിട്ട് ഇതിൽ കൂടുതൽ അറിയുന്നുണ്ടാവില്ല, അത്രയധികം ഇൻഫർമേഷൻ ഈ കസ്റ്റമർക്ക് ഇവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 മണിക്കൂറിന് ശേഷം ഞാനും ഈ ജൂനിയർ പയ്യനും ക്യാഷ് കൗണ്ടറിന് അവിടെ നിൽക്കുന്നുണ്ട്. ഈ കസ്റ്റമർ 2 ബോട്ടിലും കൊണ്ട് തിരിച്ചു വരാൻ കേട്ടോ. ഈ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഈ ജൂനിയർ പയ്യൻ്റെ മുമ്പിൽ 2 ബോട്ടിൽ വെച്ചിട്ട് അവർ ചോദിച്ചു, ഇതിലേതോ ഒമേഗയാണ് ഞാൻ കഴിക്കേണ്ടത്, വിച്ച് വൺ ഫോർ മീ എന്നുള്ള പോലെ അവർ ചോദിച്ചു. അപ്പോൾ ഈ ജൂനിയർ പയ്യൻ ഇങ്ങനെ നോക്കി, 2 ടൈപ്പ് ഒമേഗയാണ്. അപ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവൻ എക്സാക്ട്ലി എന്താണ് ചോദിച്ചത് അത് ഞാനിവിടെ അതേപോലെ പറയാട്ടാ. യു പ്രോബ്ലം ഹിയർ ഓർ ഹിയർ, ഇത്രയാണ് അവൻ ചോദിച്ചത്. യു പ്രോബ്ലം ഹിയർ ഓർ ഹിയർ. കസ്റ്റമർ പറഞ്ഞു ഹിയർ നോ പ്രോബ്ലം, ഹിയർ പ്രോബ്ലം. അപ്പോൾ അവൻ അതിനകത്തുള്ള ഒരു ഒമേഗ കാണിച്ച് തുറന്നു, ദിസ് വൺ ഫോർ ഹിയർ. അപ്പോൾ ആ കസ്റ്റമർ 2 ബോട്ടിൽ മേടിച്ചിട്ട് പോയി. അപ്പോൾ ആ സീനിയർ പയ്യനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. 1/2 മണിക്കൂർ ഞാനിത് മുഴുവൻ ലോകത്തുള്ള കഥ മുഴുവൻ ഇവരോട് പറഞ്ഞിട്ട് ഇവരെന്തിനാ ജൂനിയർ പയ്യൻ്റെ അടുത്ത് പോയി ചോദിച്ചു. ജൂനിയർ പയ്യൻ 2 സെൻറ്റൻസ് പറഞ്ഞതിൽ നിന്ന് എന്തിനാ ഈ കസ്റ്റമർ 2 ബോട്ടിൽ മേടിക്കുക എന്നുള്ള ഡിസിഷൻ എടുത്തു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക, പച്ചവെള്ളം പോലെ സംസാരിക്കുക, ഗ്രാമർ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ സംസാരിക്കുക, ടക്കേന്ന് പറയുക എന്നുള്ളതൊന്നല്ല. നമ്മൾ പറഞ്ഞൊരു കാര്യം അപ്പുറത്തൊരാൾക്ക് മനസ്സിലാവണം, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്കും മനസ്സിലാവണം. ഇതാണ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ കേട്ടോ, നമ്മുടെ ഒരു ലക്ഷ്യം. മനസ്സിലായില്ലേ? ആ ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രഷാണ്, പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന വ്യക്തിയാണ്, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഷോ. ടേക്ക് കെയർ, ബൈ.